ഫുട്ബോളിൽ പിങ്ക് കാർഡ് വരികയാണ്. ഇത്തവണ കോപ്പ അമേരിക്കയിൽ പിങ്ക് കാർഡ് അരങ്ങേറും. ചുവപ്പ് കാർഡും മഞ്ഞക്കാർഡും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് പിങ്ക് കാർഡ് എന്നല്ലേ? എന്തിനാണ് പിങ്ക് കാർഡ് ഉപയോഗിക്കുന്നത് നോക്കാം. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ കോൺഫെഡറേഷനായ കോൺമെബോൾ കഴിഞ്ഞ മാസമാണ് പ്രഖ്യാപനം നടത്തിയത്. കോപ്പ അമേരിക്കയിൽ പിങ്ക് കാർഡ് പുറത്തെടുക്കും. അച്ചടക്ക നടപടിയുടെയോ മോശം പെരുമാറ്റത്തിന്റെയോ താക്കീതിന്റെയോ ഭാഗമല്ല പിങ്ക് കാർഡ്. റഫറി മൈതാനത്ത് ഈ കാർഡ് പുറത്തെടുക്കുകയുമില്ല. പിന്നെ എന്തിനാ പിങ്ക് കാർഡ്? പകരക്കാരെ കളത്തിലിറക്കാനാണ് ഈ കാർഡ്. സാധാരണ പകരക്കാർക്കല്ല, കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ടുകൾക്കാണ് ഈ കാർഡ്. മൈതാനത്ത് ഒരു താരത്തിന് തലയ്ക്ക് ക്ഷതമേറ്റാലോ കൂട്ടിയിടിച്ച് ബോധക്ഷയമുണ്ടായാലോ പകരം ആളെ ഇറക്കാൻ പിങ്ക് കാർഡ് ഉപയോഗിക്കാം. കളത്തിൽ താരത്തിന് പരിക്കേറ്റാൽ പരിശീലക സംഘത്തിലെ ഒരാൾക്ക് സൈഡ് ലൈനിൽ നിൽക്കുന്ന ഫോർത്ത് ഒഫീഷ്യലിന് പിങ്ക് കാർഡ് കൈമാറാം. ഇതോടെ ആ താരത്തിനെ പിൻവലിക്കാനും പകരം മറ്റൊരു താരത്തെ കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ടായി ഇറക്കാനും ടീമിന് സാധിക്കും. പിങ്ക് കാർഡ് കാണികൾ കാണുകെ ഉയർത്തരുതെന്നും ഫുട്ബോൾ നിയമം പറയുന്നു. ഒരു മത്സരത്തിൽ അനുവദനീയമായ സബ്സ്റ്റിറ്റ്യൂഷനുകളുടെ കൂട്ടത്തിലും പിങ്ക് കാർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഉൾപ്പെടില്ല. ഒരു ടീം പിങ്ക് കാർഡ് ഉപയോഗിച്ചാൽ എതിർ ടീമിനും ഒരു പകരക്കാരനെ അധികമായി ഉപയോഗിക്കാം. ഈ വെള്ളിയാഴ്ച കോപ്പ അമേരിക്കയ്ക്ക് പന്തുരുണ്ടു തുടങ്ങും. പിങ്ക് കാർഡും അരങ്ങേറും. സ്പോർട്സ് ഡെസ്ക് റിപ്പോർട്ടർ.